ചെറായി മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകി. പള്ളിപ്പുറം പഞ്ചായത്തിലെ 24 വാർഡുകളിലെയും ജനപ്രതിനിധികളെ മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുൻവശത്തു നിന്ന് വാദ്യമേളങ്ങളോടെ അസോസിയേഷൻ ഹാളിലേക്ക് ആനയിച്ചു. അസോസിയേഷൻ പ്രസിഡന്റ് AK മോഹനൻ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷനിലെ 5 മെമ്പർമാർ മത്സരരംഗത്ത് ഉണ്ടായിരുന്നുവെന്നും അതിൽ 3 പേർ വിജയികളായെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. വൈസ് പ്രസിഡന്റ് KC ബാബു, സെക്രട്ടറിമാരായ DS ഗോപിനാഥ കമ്മത്ത്, CS സുരേഷ്, രാജി അംബരീഷ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. അസോസിയേഷൻ ജനറൽ സെക്രട്ടറി B മോഹനൻ സ്വാഗതവും ജിഷ രമേശ് നന്ദിയും പറഞ്ഞു. നമ്മുടെ മുന്നിൽ കിടക്കുമ്പോൾ ഈ പഞ്ചായത്ത് ഫണ്ട് സമിതി അത് ഉപയോഗപ്പെടുത്തുവാനുള്ള പരിശ്രമം ഉണ്ടാകണമെന്നും ഇവിടുത്തെ ചെറുകിട കച്ചവടക്കാർക്കും വൻകിട കച്ചവടക്കാർക്കും എല്ലാം വളർന്നു വരുവാനുള്ള സാധ്യതയും ഇതിലൂടെ ഉണ്ടാകുമെന്നും നമ്മൾ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഞങ്ങൾക്ക് പറയാനുള്ള നേരത്തെ നമ്മുടെ ജനറൽ സെക്രട്ടറി പറഞ്ഞ പോലെ ഞങ്ങളുടെ വ്യാപാരികളുടെ പ്രസ്ഥാനത്തിൽ നിന്നും 5 പ്രതിനിധികളാണ് മത്സര രംഗത്തുണ്ടായിരുന്നത്. അതിൽ വാർഡ് തലത്തിൽ നോക്കിയാൽ 4 പേരിൽ 3 പ്രതിനിധികൾ വിജയിച്ചു വരികയുണ്ടായി. ഈ 3 പ്രതിനിധികളും 3 മുന്നണികളിൽ നിന്നായിട്ടാണ് വിജയിച്ചു വന്നിട്ടുള്ളത്. അത് ഞങ്ങൾക്ക് ഏറെ സന്തോഷമുള്ള കാര്യമാണ്. വൈപ്പിൻകരയിൽ ഏറ്റവും കൂടുതൽ വ്യാപാരി പ്രതിനിധികൾ അംഗമായിട്ടുള്ള ഒരു പഞ്ചായത്ത് പള്ളിപ്പുറം പഞ്ചായത്താണ്. 3 പേര് വ്യാപാരികളിൽ നിന്നും വന്നിട്ടുള്ളത് ചെറായി യൂണിറ്റിൽ നിന്ന്. ലോകമെമ്പാടും വികസനത്തിന്റെ ഒരു കാലഘട്ടമാണ്. നമ്മളെ പള്ളിപ്പുറം പഞ്ചായത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പേര് ടൂറിസ്റ്റുകളായി വന്നു പോകുന്ന ആ ആളുകളുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് അവരെ മുതലെടുക്കാൻ പറ്റാത്ത ഒരു സംഗതിയാണ്. അപ്പോൾ എപ്പോഴും എനിക്ക് അവരോട് പറയാനുള്ളത്, നിങ്ങൾ വിവിധ രാഷ്ട്രീയ അഭിപ്രായങ്ങളിൽ നിന്നും രാഷ്ട്രീയ കക്ഷികളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട് വന്നിട്ടുള്ളവരാണെങ്കിലും അവിടെ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ആ ഭരണസമിതിയുടെ ഭാഗമാണ്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ എല്ലാ പാർട്ടിയിൽ നിന്നും ഞങ്ങൾക്ക് ഓരോ പ്രതിനിധികളുണ്ട്. എല്ലാ പാർട്ടികളിൽ നിന്നും ആരെയും നമ്മൾ മാറ്റി വെക്കാറില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഈ വ്യാപാരം എന്ന ഒരൊറ്റ തൊഴിലായി സ്വീകരിച്ചിട്ടുള്ള ആളുകളെ കുടുക്കിയിൽ വളർന്നുകൊണ്ടാണ് ഞങ്ങളുടെ സംഘടന ഇത്രയേറെ വളരാനും വളർത്തുവാനും ഞങ്ങൾക്ക് സാധിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മറ്റുള്ള രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറ്റിവെച്ച് നമ്മുടെ നാടിൻ്റെ ഉന്നമനത്തിനായി വികസനത്തിനായി നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതിന് നിങ്ങളുടെ ഒപ്പം നിങ്ങളുടെ പുറകിൽ വ്യാപാരി സംഘടനയും അതേപോലെ തന്നെ ചെറായിലെ മുഴുവൻ വ്യാപാരി സമൂഹം ഉണ്ടാവുമെന്ന് ഈ അവസരത്തിൽ ഞാൻ ഉറപ്പുവരുത്തുന്നു.